വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ ഇല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് കൗൺസിൽ കൂടി. അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിന് കോർപ്പറേഷനിലെ 20 പേരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി നേരത്തെ റദ്ദ് ചെയ്തു. വീണ്ടും അവർ സത്യപ്രതിജ്ഞ ദൈവനാമത്തിലോ അല്ലെങ്കിൽ അവർ ദൃഢനിശ്ചയത്തിലോ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. ചില വ്യക്തികളുടെ പേരിലൊക്കെയാണ് സത്യപ്രതിജ്ഞ നേരത്തെ 20ഓളം പേര് നിർവഹിച്ചത്. അത് അസാധുവാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. തുടർന്ന് 20ഓളം ആൾക്കാർ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ഈ സമയത്ത് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ ഒരു കാപ്പ കേസിലേക്ക് അകത്തായി. അദ്ദേഹത്തിന് 6-7 കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് അദ്ദേഹത്തിൻ്റെ നടത്തി അദ്ദേഹം ജയിലിലാണ്. അപ്പോൾ അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹത്തിന് ഹാജരാകാൻ പറ്റിയില്ല. ഏതായാലും ഹൈക്കോടതിയിലേക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷൻ മേയറും വാഴോട്ടുകോണം കൗൺസിലറും നീങ്ങി. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ജയിലിൽ വെച്ച് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അദ്ദേഹം കൗൺസിലറായി വീണ്ടും. പക്ഷേ ഇപ്പോഴത്തെ ആദ്യത്തെ കൗൺസിലർ യോഗത്തിൽ അദ്ദേഹം ഹാജരായില്ല. അത് വോട്ടിനിടണം എന്ന് ഇവർ പറഞ്ഞപ്പോൾ 49 പേരേ ഉള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിലും 50 പേര് ഇപ്പോൾ ഉണ്ട്. കാരണം പൗണ്ട് കടവിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി ഭരണകക്ഷിയായ BJPക്ക് സപ്പോർട്ട് ചെയ്തു, വോട്ടിട്ടു. ഏതായാലും 50 പേരുടെ പിന്തുണയോടെ മേയർ അവിടുത്തെ ഇന്നുള്ള ചില പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി പെട്ടെന്ന് കോർപ്പറേഷൻ കൗൺസിൽ പിരിയുകയും ചെയ്തു. അദ്ദേഹം 6 മാസത്തെ അവധിക്ക് അപേക്ഷിച്ചിരുന്നു വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ. അത് ആഭ്യന്തര വകുപ്പ് അംഗീകാരം നൽകി എന്നാണ് കൗൺസിലറിൻ്റെ കാര്യത്തിൽ മേയർ അവിടെ കൂടിയിരുന്ന മറ്റ് കൗൺസിലർമാരെ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു കാര്യവും വോട്ടിനിടണമെന്ന് LDF UDF ശടിച്ചെങ്കിലും മേയർ അത് കൂട്ടാക്കിയില്ല. പെട്ടെന്ന് യോഗ അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. നിയമപരമായിട്ട് അദ്ദേഹത്തിന് 6 മാസത്തെ അവധി എടുക്കാൻ കഴിയുമോ അത് ആഭ്യന്തര വകുപ്പ് സാങ്ഷൻ കൊടുത്തു എന്നാണ് മേയർ അവിടെ പറഞ്ഞത്. എന്തായാലും കൗൺസിലറുടെ കാര്യത്തിൽ ഇൻവാലിഡായി പോകുമെന്ന് കരുതി ഏതായാലും ഹൈക്കോടതിയിൽ അവർ കൊടുത്ത റിക്വസ്റ്റ് അനുസരിച്ച് ഹൈക്കോടതി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തു. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് 6-7 കേസ് നിലവിലുണ്ടെങ്കിലും ഒരു കേസിനും അദ്ദേഹത്തിന് കൺവിഷനില്ല. രണ്ടാമതൊരു പ്രിവെൻറ്റീവ് അറസ്റ്റാണ് കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിയമപരമായ ഒരു തടസ്സമില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി. അതുകൊണ്ട് സത്യപ്രതിജ്ഞ നിർവഹിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് മേയർ അവിടെ പോയി 3 മിനിറ്റ് കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മടങ്ങിപ്പോന്നു. അപ്പോൾ അദ്ദേഹം ഒരു വാലിഡായ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു കൗൺസിലറായി വാഴോട്ടുകോണത്ത് നിയമത്തിനായി. മറ്റൊരു കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചത് അദ്ദേഹത്തിനെതിരായി 3-4 കേസുകളുണ്ടെങ്കിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തതിലും ആ കേസുകൾ ഉണ്ടായിട്ടും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് സുഗതൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു കടമ ഉണ്ട്. അത് മേയർ നിർവഹിക്കണം. അതിന് ഈ കേസുകളോ അല്ലെങ്കിൽ കാപ്പ കേസുകളോ തടസ്സമല്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു, കൗൺസിലറായി തീരുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ കോർപ്പറേഷനിലെ കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് 3 പ്രാവശ്യത്തെയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആദ്യത്തെ ഇതിനകത്ത് അദ്ദേഹം വന്നില്ല, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കൗൺസിൽ മീറ്റിങ്ങിൽ വന്നില്ല എന്നുള്ള ഒരു യുക്തിയിലാണ് LDF UDF അതിന് അവധി അപേക്ഷയ്ക്ക് വോട്ടിടണം എന്ന് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ കൗൺസിൽ കഴിഞ്ഞു. അതിന് ചില മാർഗങ്ങളൊക്കെ ഇനിയുമുണ്ട്. കാരണം നിയമപരമായി അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് കോർപ്പറേഷൻ കൗൺസിലിൽ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതനുസരിച്ച് കോർപ്പറേഷനിലെ മേയർ പ്രവർത്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.